Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. മിക്ക പേപ്പറിലും റിഡംഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി കമ്പൽസറി ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ് നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ മെത്തേഡ്സ് നോക്കി വയ്ക്കുക, അതും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, റിപ്പീറ്റ് ആണ്. പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അതിൻ്റെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്താണ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്താണ്. ഇനി നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്, അസറ്റ്സ് എന്താണ്. അതുപോലെ തന്നെ ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്താണ്, ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്താണ്. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്, നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്. അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്താണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. സം അഷ്വേർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ്, സം എന്താണ് ഉദ്ദേശിക്കുന്നത്, അഷ്വേർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ചോദിക്കാറുണ്ട്. ഹോൾ ലൈഫ് പോളിസി എന്താണ്, ഹോൾ ലൈഫ് പോളിസി എന്താണ്. ഇൻഷുറൻസ് പോളിസി എന്താണ്, നിർബന്ധമായി നോക്കണം. എൻഡോമെന്റ് പോളിസി എന്താണ്, എൻഡോമെന്റ് പോളിസി എന്താണ്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്. റിപ്പീറ്റ് ആണ് കേട്ടോ, എല്ലാ പേപ്പറിലും വരാറുള്ള ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ പാരന്റ് കമ്പനി എന്താണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് കമ്പനി ചോദിക്കാറുണ്ട്, ഗ്രൂപ്പ് കമ്പനി എന്താണ്. ദെൻ സബ്സിഡിയറി കമ്പനി എന്താണ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്താണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്താണ്. പോസ്റ്റ് അക്വിസിഷൻ ഇതിൽ ഏതെങ്കിലും വരണം. പ്രോഫിറ്റ് എന്താണ്. അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ് കേട്ടോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ,
അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇതിൽ ഗുഡ് വിൽ ഉണ്ട്. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ടിങ്, എന്താണ് ഗുഡ് വിൽ ഉദ്ദേശിക്കുന്നത്? ഗുഡ് വിൽ അങ്ങനെയും ചോദിക്കാറുണ്ട് ഇൻ അക്കൗണ്ടിങ്. അപ്പം ഇതൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ബോണസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ബോണസ് ഇഷ്യൂ എന്താണ്? ഓഫ് ഷെയർസ് എന്താണ്? അതിൻ്റെ സർക്കംസ്റ്റാൻസസ് നോക്കണം. സ്റ്റാൻസസ് നിർബന്ധമായും നോക്കാം. പിന്നെ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉള്ളത് നോക്കാം. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു ചോദ്യം ക്യാഷ് ബോണസ് എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്, റിപ്പീറ്റ് ആണ്, സ്ലിപ്പ് സിസ്റ്റം എന്താണ്? മിക്ക പേപ്പറിലും വരാറുണ്ട്. പിന്നെ EPS ഏർണിങ്സ് പെർ ഷെയർ, EPS എന്താണ്? റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണ്? പിന്നെ മറ്റൊരു ചോദ്യം സറണ്ടർ വാല്യൂ എന്താണ്? അതുപോലെ തന്നെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് റിപ്പീറ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലം 5 മാർക്കിനും വരാറുണ്ട്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നിർബന്ധമായി നോക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയി ഒരെണ്ണുണ്ട്, നെഗറ്റീവ് ഗുഡ് വിൽ എന്താണ്? നെഗറ്റീവ് അങ്ങനെ ചോദിക്കാറുണ്ട്. നെഗറ്റീവ് ഗുഡ് വിൽ എന്താണ്? അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു ചോദ്യമാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്? ദെൻ ലൈഫ് ഫണ്ട് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിക്ക പേപ്പറിലും മാറി മാറി വരാറുള്ള ചോദ്യങ്ങളാണ്. ഇനി ഇതിൽ പറയാനുള്ള INDAS 10 ഇവൻറ്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. വാട്ട് ഈസ് ഇവൻറ്റ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് periods as per IND AS 10 നിർബന്ധമായി നോക്കുക. അതുപോലെ തന്നെ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് എന്താണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മാർക്സിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം കൂടിയും ഇതിൻ്റെ കൂടെ പറയാണ്. ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. റൈറ്റ് ഓഫ് റിനൗൺസിയേഷൻ എന്താണ്? ഒറ്റ പ്രാവശ്യം. റൈറ്റ് ഓഫ് റിപ്പീറ്റ് അല്ല, റിനൗൺസിയേഷൻ എന്താണ്? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടു വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 15 എണ്ണം ലഭിക്കും. മാക്സിമം നമ്മൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷുറൻസിൽ ഒരെണ്ണം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഡബിൾ ഇൻഷുറൻസ് എന്താണ്? ഡബിൾ ഇൻഷുറൻസ് എന്താണ്? അത് വരാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഡബിൾ ഇൻഷുറൻസിൻ്റെ കൺസെപ്റ്റ്, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ് ഒക്കെ നോക്കി വയ്ക്കുക. പലപ്പോഴും വരാറുള്ള എന്താണ് റിപ്പീറ്റിലത്തെ ഒന്നാണ്. സോ ഇതൊക്കെയാണ് 2 മാർക്സ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന റിഡംഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. പ്രിഫറൻസോ ഡിബഞ്ചറോ അതിൻ്റെ മെത്തേഡ്സ്, പിന്നെ സിങ്കിങ് ഫണ്ട്, സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, നോൺ ബാങ്കിങ് അസറ്റ്സ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം. ഇൻഷുറൻസിൽ
സം അഷ്യൂർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ്, ഹോൾ ലൈഫ് ഇൻഷുറൻസ്. ഈ ഇൻഷുറൻസ് പോളിസി എന്താണ്? എൻഡോമെന്റ് പോളിസി. ഡബിൾ ഇൻഷുറൻസ് എന്താണ്? റീ ഇൻഷുറൻസ് നോക്കാം. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പാരന്റ് കമ്പനി, ഗ്രൂപ്പ് കമ്പനി, സബ്സിഡറി കമ്പനി, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, പ്രീ അക്വിസിഷൻ, പോസ്റ്റ് അക്വിസിഷൻ, പിന്നെ ഗുഡ് വില്ല് എന്താണ്, പിന്നെ ബോണസ് ഇഷ്യൂ അതിൻ്റെ സർക്കംസ്റ്റാൻസസ്, റൈറ്റ് ഇഷ്യൂ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ക്യാഷ് ബോണസ്, സ്ലിപ്പ് സിസ്റ്റം, EPS, CRR, സറണ്ടർ വാല്യൂ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, നെഗറ്റീവ് ഗുഡ് വിൽ എന്താണ്, ബൈ ബാക്ക് ഓഫ് ഷെയർസ്, ലൈഫ് ഫണ്ട്, പിന്നെ ഇവന്റ് എന്താണ്, പിന്നെ അഡ്ജസ്റ്റിംഗ് ഇവന്റ്, റൈറ്റ് ഓഫ് റിനൗൺസിയേഷൻ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്, ദെൻ അതിനുശേഷം ഇത്, ആൻഡ് ഫൈനലി ഇത്. സോ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.